Hello everyone, welcome back to my YouTube channel. This is a special vlog for me. ഇത് ഞാൻ ഇടണ്ടേ എന്ന സംശയത്തിലിട്ടൊരു വീഡിയോ ആണ്. Because something twist is happening in this vlog. വീട്ടിലങ്ങനെ വെറുതെ ഇരുന്നപ്പം എന്തെങ്കിലും സ്നാക്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നേരെ പോയി ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് സുപരിചിതമായ സുഹൃത്തുക്കളെ കണ്ടു. ദാറ്റ് ഈസ് പൊട്ടാറ്റോസ്. അങ്ങനെ അതുകൊണ്ട് സിമ്പിളായിട്ട് എന്തുണ്ടാക്കാം എന്നുള്ള എൻ്റെ ദീർഘവീക്ഷണത്തിനൊടുവിൽ ഐ ഫൗണ്ട് എ വെരി ക്രിസ്പി ആൻഡ് സ്പൈസി സ്നാക്ക് ദാറ്റ് ഈസ് പൊട്ടാറ്റോ സ്റ്റിക്സ്. Yes guys, we are going to make this simple snack. While making this potato sticks, I also found a new dish. അതാണ് ഈ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി. സോ അതിന് വേണ്ടി 2 പൊട്ടാറ്റോസ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓരോ പൊട്ടാറ്റോസും 4 പീസസ് ആക്കി കട്ട് ചെയ്തു. ഇനി ഇത് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അത് സ്റ്റൗവിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കൊടുക്കാം. ദ മോർ യു ബോയിൽ ദ മോർ യു ഗെറ്റ് ഈസിയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓരോ പൊട്ടാറ്റോസിൻ്റെയും തൊലി കളയലാണ്. ഇത് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് സോ ഈസി ടു ഡു ദാറ്റ്. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കലാണ്. ഐ ഡോണ്ട് നോ വൈ ഇതത്ര സിമ്പിൾ ആയിരുന്നില്ല. One eternity later. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കോൺഫ്ലോർ, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഫ്ലോർ, ക്യൂമിൻ പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ സ്റ്റിക്സ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിക്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ സ്റ്റിക്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളറായി വന്ന സ്ഥിതിക്ക് നമുക്ക് മറിച്ചിട്ട് നോക്കാം. സോ ആസ് യു ക്യാൻ സീ ഹിയർ ഇതൊരു പരാജയമായിരുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ട്രാക്ക് മാറ്റാം. എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ ഐ ഹാവ് നോ ഐഡിയ. ഇനിയിപ്പോൾ ഞാൻ എണ്ണ ചൂടാകാതെ ഫ്രൈ ചെയ്തെടുത്തതാണോ ഇതിന് പറ്റിയ പ്രശ്നം എന്നെനിക്കൊരു സംശയം. ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ നമുക്ക് ശീലമായതാണല്ലോ. ഇനി ഏതായാലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് സെക്കൻഡ് റൗണ്ടും കൂടെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു.
ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതൽ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊന്നും പറയണ്ടല്ലോ, ഇതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇനി ഇതെങ്ങനെ ഉമ്മാൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത സംശയം. എന്തായാലും ഇനി വേറൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഉള്ളത് വെച്ച് കുറച്ച് ഡെക്കറേഷൻ ചെയ്തു കൊടുത്തു. ലാസ്റ്റ് ആൻഡ് ഫൈനലി പിക്സാർട്ടിൻ്റെ ഹെൽപ്പോടുകൂടെ മറ്റൊരു ഡെക്കറേഷൻ. ട്രസ്റ്റ് മീ ഗൈസ്, കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് അതും കുറവായിരുന്നു.